ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച. അപ്പോൾ 2-3 ദിവസത്തിന് ശേഷം രാവിലെ എണീറ്റ് സ്വസ്ഥമായിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേർ പതുക്കെ പതുക്കെ എണീറ്റു, 3 എണീറ്റു. അപ്പോൾ ഡിംപിൾ പാച്ചു എണീക്കുന്നതിന് മുമ്പ് പോകണം എന്നൊക്കെ വിചാരിച്ച് ഡ്രസ്സ് മാറിയെങ്കിലും പാച്ചു എണീറ്റു. പക്ഷേ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഡിംപിളും ഡാഡിയും ഇന്ന് പാലക്കാട് പോകായിരുന്നു. അപ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് യാത്രയായി. അപ്പോൾ തോമു ഇന്ന് കുറച്ച് എണീക്കാൻ ലേറ്റ്. അപ്പോൾ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസ് കണക്ട് ചെയ്തിട്ടാണ് ഡാഡി പോയത് കേട്ടോ. അപ്പോൾ ഡിവൈൻ കൊണ്ടുവന്ന് വെക്കെങ്കിലും കണക്ട് ചെയ്യാനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത്തിരി പാടാൻ തോന്നുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഡിവൈൻ ചെയ്യും കേട്ടോ. അങ്ങനെ അവർ പോകാനായിട്ട് ഇതേ പുറപ്പെട്ടു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ പാച്ചുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഡിവൈനെ ഏൽപ്പിച്ചിട്ടാണ് ഡിംപിൾ പോവുക. അപ്പോൾ ഡിംപിളിൻ്റെ അടുത്തുള്ള ആ ഒരു കുറുമ്പും കാര്യങ്ങളൊന്നും പാച്ചുവിന് ഡിവൈൻ്റെ അടുത്തില്ല കേട്ടോ. ഇവിടെ ഡിംപിൾ കുളിപ്പിക്കാനാണ് നിൽക്കണേന്ന് വെച്ചാൽ അപ്പം കൂടെ വേണം, അങ്ങനെയാണ് അവന്. ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവൈൻ്റെ കൂടെ 5 മിനിറ്റ് കൊണ്ട് പോയിട്ട് ഡ്രസ്സ് മാറി ആൾ തിരിച്ചു വരും. അപ്പോൾ അവർ പോകണ നേരത്ത് ഞാൻ 2 പിള്ളേരെയും കൊണ്ട് പട്ടികളുടെ അടുത്തേക്ക് അങ്ങോട്ട് കടന്നു. ആ സമയത്ത് ഡാഡി മോളും കൂടിയിട്ട് പോയി. അങ്ങനെ പാച്ചും ചാക്കോച്ചനും കുറച്ച് നേരം മുറ്റത്ത് നിന്ന് കളിക്കണം കേട്ടോ. അവർ രണ്ടുപേരും ഞാൻ പറയാറില്ല എപ്പോഴും ഭയങ്കര സെറ്റാണ്. അപ്പോൾ അവരിങ്ങനെ നിന്ന് കളിക്കുകയാണ്. അപ്പോൾ തോമു എനിക്ക് തോന്നുന്നു ഈ സമയത്ത് എണീറ്റിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അവരുടെ 2 പേരുടെയും കളിയും കാര്യങ്ങളും. അപ്പോൾ ഞാൻ കുറച്ച് നേരം മുറ്റത്ത് നിന്നു. കാരണം ഞാൻ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2-3 ദിവസം ഇവരുടെ ഒന്നിച്ചുള്ള കളി. പാച്ചു എന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ തൊട്ട് പോവാ, തൃശ്ശൂർ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടുള്ള അങ്കായിരുന്നു. ഇപ്പോൾ ചാക്കോച്ചൻ്റെ അടുത്ത് പോവാ. അപ്പോൾ അവൻ തൃശ്ശൂർ വീട്ടിലേക്ക് എന്നാണ് പറയുക, തൃശ്ശൂർ വീട്ടിൽ പോവാമെന്ന് പറയുന്നുണ്ടായിരുന്നത്. പിന്നെ ഇടയ്ക്ക് പറയും ആൻസൺ വീട്ടിലേക്ക് പോവാം, മാത്തൻ വീട്ടിലേക്ക് പോവാമെന്ന് പറയും. അങ്ങനെ ഇപ്പം എല്ലാം പറഞ്ഞു തുടങ്ങിയ കാരണം കറക്റ്റായിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ പറഞ്ഞു തുടങ്ങിയിട്ട്. അപ്പോൾ ചാക്കോച്ചനും അത് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും ചാക്കോച്ചൻ ഇതുമിങ്ങനെ ഓടിയിട്ടാണ് അവൻ്റെ വണ്ണമൊക്കെ ഒന്ന് കുറഞ്ഞ് ഒരു എന്താ പറയുക, ഒരു തടി ഉണ്ടെങ്കിലും അവനൊരു ഇത്തിരി ഹൈറ്റ് വെച്ച പോലെ തോന്നും. അപ്പോൾ ഞാൻ പറയും ഇതുമിങ്ങനെ കിടന്നിട്ട് പായല്ലേ. അങ്ങനെ 9:15 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് കഴിഞ്ഞ് പിള്ളേർ 2 പേരും പോകാനായിട്ട് റെഡി ആയിട്ടാവും. പാച്ചു ഉണ്ട് 5 മിനിറ്റ് കൊണ്ടാണ് അവൻ പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് വന്നത്. അപ്പോൾ ഡിവൈൻ്റെ അടുത്താകുമ്പോൾ അവൻ്റെ സംഭവം കൊഞ്ചലൊക്കെ ഉണ്ടെങ്കിലും വലിയ വാശിയും കാര്യങ്ങളൊന്നും കാണിക്കില്ല. അല്ലെങ്കിൽ ഡിംപിളിനിട്ട് വട്ടം ചുറ്റി കിട്ടുക. ബാത്റൂമിൽ നിന്നിട്ടുള്ള ഡാൻസും കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് അവൻ ബാത്റൂമിൽ നിന്നേ കയറുള്ളൂ. ഇത് ടപ്പെന്ന് വെച്ചിട്ട് എല്ലാം കഴിഞ്ഞ് കയറി. അങ്ങനെ അവർ പോകാൻ നിൽക്കുമ്പോഴേക്കും ഞാൻ എനിക്കുള്ള പൂരി ഉണ്ടാക്കി. അപ്പോൾ പൂരി ഉണ്ടാക്കുന്ന ദിവസം ഞാൻ പറയാം അവരാരെ ഉണ്ടാക്കുന്ന സമയത്ത് കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയാൽ മതി എന്ന്. കാരണം ഈ ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കുന്ന പൂരി നല്ല ക്രിസ്പായിട്ട് വളരെ നേരിയതായി ഇട്ട വഴിക്ക് മൊരിയും. അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവർ പിള്ളേരിറങ്ങിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഡാഡിയും ഡിംപിളും ഇറങ്ങിയായിരുന്നു. അപ്പോൾ അവരിറങ്ങി. ഞാൻ തുണികളൊക്കെ കുറച്ച് പോകുമ്പോൾ ഇട്ടുണ്ടായിരുന്നത് ഒക്കെ എടുത്ത് അകത്ത് വെച്ച് മടക്കി വെച്ചു. ബാക്കി അലക്കാനുള്ള സംഭവങ്ങൾ കൊണ്ടുവന്ന് അവിടെ വെച്ചു. അപ്പോൾ ഞാൻ ഇന്ന് അലക്കിയില്ല. ഇന്നൊക്കിപ്പോൾ ഞാൻ രാത്രി വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ എണീക്കിനോട് കൂടിയിട്ട് അത് ഓൺ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഡിവൈൻ ഓൺ ചെയ്യും, അല്ലെങ്കിൽ ഇന്നിപ്പോൾ അറിയില്ല. ഡിവൈനോട് ഞാൻ പറഞ്ഞിട്ടില്ല വാഷ് ചെയ്യാൻ തുണികൾ ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ രാവിലെ എണീറ്റ വഴിക്ക് ആരാണ് എണീക്കുന്നത് അപ്പോൾ അത് ഇട്ടിട്ട് ഓൺ ചെയ്യാറ് പതിവ് കേട്ടോ. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയ കാരണം ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ഇനി ഞാനും ഡിവൈനും മോനും മാത്രമാണ്. അപ്പോൾ മോനെയും കൊണ്ട് മുകളിൽ പോയി. അപ്പോൾ ഞാൻ ഇന്നലെ ഈ എണ്ണക്കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ ഭയങ്കര ഒരു അസ്വസ്ഥത. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഒന്നും കൂടി ഒന്ന് കുളിക്കാം. നിറച്ച എണ്ണ തലയിലും മേത്തൊക്കെ ഉണ്ട്. എങ്ങനെ വന്നാലും ആ കുഴമ്പ് തേക്കുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ കുളിച്ചു കേട്ടോ. രാവിലെ കുളിച്ച് അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി രാത്രി കുളി മാറ്റിക്കോളൂ. അപ്പോൾ ഞാൻ മാക്സിമം മാറ്റണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ കുളി കഴിഞ്ഞിട്ട് കേട്ടോ. മുടി കെട്ടി വയ്ക്കുക സംഭവം. മറ്റേ ടവലൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് നമ്മുടെ പണ്ടത്തെ ടർക്കി എന്താണോ അതുകൊണ്ട് ഇങ്ങനെ കെട്ടി ബാക്കിലേക്ക് ഇടുക. ആദ്യം ഫ്രണ്ടിലേക്ക് കെട്ടും, അത് കഴിഞ്ഞ് ബാക്കിലേക്ക് കെട്ടും. മുമ്പൊക്കെ മുടി ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ കാര്യമായിട്ട് മുടിയൊന്നുമില്ല. എന്നാലും നമ്മളാ ചെയ്യുന്ന പോലെ തന്നെ അങ്ങോട്ട് ചെയ്യും. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇത് വന്നതെന്ന് വെച്ചാൽ മെഡിസിൻസ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നലത്തെ നമ്മുടെ മറിയം മറ്റേ അത്തറുണ്ടല്ലോ, അത്തർ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഭയങ്കര നല്ല മണം കേട്ടോ. അങ്ങനെ ഇവിടുത്തെ സാധനങ്ങൾ കംപ്ലീറ്റ് ഒതുക്കി കഴിഞ്ഞപ്പോൾ പെട്ടിയിൽ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ ഞാനത് അവിടെ വെച്ചു. അത് ഡിംപിളിൻ്റെ നമ്മുടെ പാച്ചുവിൻ്റെ ഈറ്റബിൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഡിംപിളിനെ തന്നെ അറിയുള്ളൂ എവിടെ വെക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഗുളികകളൊക്കെ എടുത്തിട്ട് അതിൻ്റെ സ്ഥലത്ത് വെച്ചു. അപ്പോൾ എൻ്റെ ഗുളിക സാധാരണ
കിച്ചണിൽ കബേർഡിൻ്റെ ഉള്ളിലാണ്. ഞാൻ എവിടെയോ വായിച്ചു കിച്ചണിൽ ഗുളികകൾ വെക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ബെഡ്റൂമിലാണ് വെച്ചിരുന്നത്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളത് മറന്നു പോകും. ബെഡ്റൂമിലാകുമ്പോൾ നമ്മളത് മറന്നു പോകും, പോയി എടുക്കാനുള്ള മടിക്ക് മറന്നു പോകും. അപ്പോൾ ആരോ പറഞ്ഞു കാണുന്നിടത്ത് വെക്കരുതെന്നുള്ളൂ, കബേർഡിൻ്റെ ഉള്ളിൽ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ മെഡിസിൻസും പിന്നെ നമ്മുടെ കുട്ടികളുടെ മെഡിസിൻസും കബേർഡിൻ്റെ ഉള്ളിലാണ് കേട്ടോ വയ്ക്കുക. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് രാവിലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിച്ച് ഉച്ചകാലത്തേക്ക് ആയപ്പോഴേക്കും ഇഷ്ടം പോലെ വിഭവമാണ്. കാരണം ഇന്നലത്തെ ഉണ്ടായിരുന്നു, പിന്നെ ഇന്ന് വെച്ചതുണ്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഇന്ന് പറഞ്ഞതാണ് ഡിവൈനോട് മുട്ട ഓംലെറ്റ് കഴിക്കാനായിട്ടൊരു പൂതിന്ന്. എന്താണെന്ന് അറിഞ്ഞൂടാ, ഇന്നലെ തൊട്ട് മുട്ട തിന്നണമെന്നൊരു വെറുതെ ഒരു തോന്നലാണ്. അപ്പോൾ ഡിവൈൻ എല്ലാ കറികളുണ്ടെങ്കിലും കൂട്ടത്തിൽ ഒരു മുട്ടയും കൂടി പൊരിച്ചു. അങ്ങനെ വിഭവസമൃദ്ധമായ ഭക്ഷണം എന്ന് പറയില്ലേ, സംഭവം ഒക്കെ കുറേശ്ശെ ഉള്ളെങ്കിലും നമ്മളെ സംബന്ധിച്ച് അത് എനിക്ക് ഭയങ്കര വയറ് നിറഞ്ഞു. ഞാൻ ഒരേ കറികൾ കൂട്ടി ഒരേ പിടി തിന്നുമ്പോഴേക്കും എൻ്റെ വയറ് ഡമ്മായിട്ടാണ്. അപ്പോൾ ഞാൻ ഡോണിനോട് പറഞ്ഞു കുറേശ്ശെ ഉള്ളതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ. അപ്പോൾ മുതിര ഉപ്പേരി ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു, മീൻ വറുത്തത്. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ കുറേശ്ശെ ഉള്ളത് അവസാനിപ്പിച്ച്. ഞാനും ഡിവൈനും ഡോണല്ലേ ഉള്ളൂ, ഡോണും ഡിംപിളും ഡാഡിയും എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഡോൺ വരുന്നോട് കൂടി പിള്ളേരെയും കൊണ്ട് വന്നതാണ്. അപ്പോൾ വന്ന വഴിക്ക് പാച്ചു ചോദിച്ചു അമ്മ എവിടെയാണെന്ന് ചോദിച്ചു. ഡിംബു അമ്മ എവിടെയെന്ന് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാവില്ല എന്ന് കാണുമ്പോഴാണ് ഡിംബു എവിടെയും ചോദിക്കും. 2 വട്ടം ചോദിച്ചിട്ട് പറ്റില്ലെങ്കിൽ അവൻ ഡിംബു എവിടെയും ചോദിക്കും. ആ ഒരു ചോദ്യം തന്നെ ചോദിക്കുള്ളൂ കേട്ടോ. പിന്നെ രാവിലെ ഡിംപിൾ പോകുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പോവും, തിരിച്ചു വരുമ്പോഴേക്കും മിടുക്കനായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതനുസരിച്ച് പിന്നെ ചോദിക്കുകയില്ല കേട്ടോ. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോഴും രാത്രി ഒറ്റയ്ക്ക് നിർത്താനുള്ള ഒരു ധൈര്യമായിട്ടില്ല. സംഭവം ഇപ്പോഴേ ഡാഡിയുടെ കൂടെ കിടന്നുറങ്ങണേ. പക്ഷേ നമുക്ക് ഒരു വിഷമമാണ്, കുട്ടികളല്ലേ. അപ്പോൾ അതുകൊണ്ട് പകലൊക്കെ ഇങ്ങനെ നടക്കും, രാത്രി ഡിംപിളില്ലാണ്ട് ഇതുവരെ എവിടെയും നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ വേഗം മറ്റേ 2:30-ക്കുള്ളത് വേഗം പാക്ക് ചെയ്യാണ് ഡോണിൻ്റെ കയ്യിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ സാൻഡ് സ്റ്റോണിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 1 ലെയർ ഉണ്ട്, 2 ലെയർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു വള, പിന്നെ ഓവൽ വളയുണ്ട്. അത് ഞാൻ പ്ലേറ്റ് ചെയ്തത് ഞാൻ കയ്യോടെ പാക്ക് ചെയ്തു. അതുകൊണ്ട് ഞാൻ വേറെ ഇനി വരുമ്പോൾ ഞാനത് കാണിക്കാം. വേറൊരു ഷേപ്പാണ് കേട്ടോ അതിന്, അത് ഞാൻ കാണിക്കാതെ. അതുമ്പോൾ വൈറ്റ് സ്റ്റോൺസൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇത് 3 ലെയറിൻ്റെ കമ്മൽ, ഇത് 2 ലെയറിൻ്റെ. പിന്നെ സ്റ്റഡ് ഉണ്ട്. സ്റ്റഡൊന്നും പിന്നെ ഇവർക്ക് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഫോട്ടോയിലും കാണില്ല കേട്ടോ. അങ്ങനെ സ്റ്റഡ് ഉണ്ട്, ഒരു 2 വെറൈറ്റി അങ്ങോട്ട് സ്റ്റഡ് വേറെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഡ്രോപ്സും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സാൻഡ് സ്റ്റോണും ടർക്കോയ്സ് ബ്ലൂ പിന്നെ നവരത്നം, ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വൈറ്റ് സ്റ്റോണായിട്ട് വള സെയിം ഉണ്ടെന്ന്. അങ്ങനെ ഈ 3 കൂട്ടാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ളത്. ട്രെൻഡിങ് നല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മൾട്ടി കളറ്, പിന്നെ ഈ നവരത്നം മൾട്ടി കളറ്, പിന്നെ സാൻഡ് സ്റ്റോൺ, ഇതൊക്കെയാണ് മുൻപന്തിയിൽ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും അറിയാമല്ലോ. അപ്പോൾ ഇത് ഇന്നലെ രാത്രി ഞാൻ ഒരു തുണ്ട് മുട്ടയുടെ മറ്റേ ചിക്കൻ്റെ ചാറുണ്ടായിരുന്നു, തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേർസിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങി കേട്ടോ. പാച്ചുവിനെ ഉറക്കാൻ വേണ്ടിയിട്ട് കിടന്നെങ്കിലും പാച്ചു ഉറങ്ങിയില്ല. അപ്പം ഞാൻ ഒന്ന് കുറച്ച് നേരം പൂച്ചുറക്കം ഉറങ്ങി. അപ്പോൾ അവന് പേടിയൊന്നുമില്ല, അവൻ നമ്മളുടെ അടുത്ത് അങ്ങനെ ഇരുന്ന് അവിടെ കളിച്ചോളും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡിംപിളും ഡാഡിയും കൂടിച്ച് വന്നു കഴിഞ്ഞ് പിന്നെ അവർ ഡിംപിൾ ശരിക്കും പറഞ്ഞാൽ 2:15 ആയപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് പറയാനായിട്ട് ഇടയിൽ വിട്ടുപോയതാണ്. അങ്ങനെ ഇവർ 6 മണിക്കാണ് ഹാപ്പി ഹിപ്പോയിൽ പാച്ചുവിന് അപ്പോയിൻമെൻറ്റ് ഉള്ളത്. അപ്പോൾ ഹാപ്പി ഹിപ്പോ എന്ന് കേട്ടപ്പോഴേ അവന് ഭയങ്കര വിഷമമാണ്. അവനറിയാം ഇപ്പോൾ എവിടെ പോകുമ്പോഴും നമ്മൾ ഇന്നോടത്തേക്കാണ് പോണേന്ന് പറയുമ്പോൾ അവനറിയാം. പക്ഷേ അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ഒന്നും കാണിക്കില്ല. അപ്പോൾ അവൻ പറയും പോണ്ട, വേദനയുണ്ടാവും. അപ്പം ഞാൻ പറയും മോനും പല്ല് വേദന വരുമ്പോൾ അത് മാറണമെങ്കിൽ അത് ചെയ്യണ്ടേന്ന് പറയുമ്പോൾ പിന്നെ ഒന്നും മിണ്ടില്ല. പക്ഷേ ഇന്ന് പതിവിൽ വിട്ട് കുറേ കരഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ. എനിക്കും കേട്ടപ്പോൾ സങ്കടം. അപ്പോൾ എന്നോട് ഡിംപിൾ എപ്പോഴും പറയും മമ്മി വായോ എന്ന് പറയും. ഞാൻ പറയും ഞാനില്ല കാണാനായിട്ട്, കാരണം എന്തോ എനിക്കത് പറ്റില്ല. പണ്ട് എപ്പോഴോ, അതായത് റോസയുടെ സിസ്റ്ററുണ്ട് അന്നയുടെ കാത് കുത്താനായിട്ട് ഞാൻ ചേച്ചിയുടെ കൂടെ പോയതാണ്. അന്നയുടെ കാത് കുത്തണ ഡോക്ടറെ കണ്ടത് എൻ്റെ ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ മറ്റേ കാഷ്വാലിറ്റിയിൽ കിടക്കുക. അതായത് അത്രയും പേടിയാണ്. ബ്ലഡ് കണ്ട വഴിക്ക് എനിക്ക് തലചുറ്റി. അങ്ങനെയാണ്. പിന്നെ ഡിംപിളിൻ്റെ കാത് കുത്താനൊക്കെ ചേച്ചിയാണ്, മൂത്ത ചേച്ചി റോസിൻ്റെ മമ്മി. ഞാൻ വലിച്ചേച്ചി എന്നാണ് പറയാം. വലിച്ചേച്ചിയാണ് കൊണ്ടുപോയിട്ടുള്ളത് നമ്മുടെ ഓച്ചുവിൻ്റെ കാത് കുത്താനും ഒക്കെ ആയിട്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെ അത് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആശുപത്രി കേസുകൾ മാക്സിമം ഒഴിവാക്കുകയുള്ളൂ. അതിപ്പോൾ പാച്ചു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും അതെ, ഞാനൊരു കുറച്ചൊന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി തുടങ്ങിയത്. എനിക്ക് ഇങ്ങനെ ട്യൂബൊക്കെ ഇട്ട് കിടന്ന് കഴിയുമ്പോൾ എനിക്ക് തല ചുറ്റും. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മൾ പാച്ചുവിനെ ഒരു 55-60 ശരിക്കൊരു 87-97 ദിവസം കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഞാൻ ഒക്കെ ഇങ്ങനെ കൈമാറി എടുത്തു തുടങ്ങിയത്. അതുവരെ ഡിംപിൾ അവിടെ പോയിട്ട് ഫീഡിങ് ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളപ്പോഴും എടുത്തിരുന്നില്ല. പിന്നീട് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നിവൃത്തിയില്ല, പാച്ചുവിട്ടനെ എടുക്കാണ്ട് നിവൃത്തിയില്ല. അപ്പോൾ ഈ ട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാവും എടുക്കുക. അങ്ങനെ കണ്ട് അതുപോലെ ഇഞ്ചക്ഷൻ വയ്ക്കും, ഇഞ്ചക്ഷൻ ചെയ്യും. അപ്പോൾ നമ്മളന്ന് കൊറോണയുള്ള സമയമായതുകൊണ്ട് ഒരാൾ കയറി ആ ദിവസം മുഴുവൻ നിൽക്കണം. അപ്പം ഞാൻ നിൽക്കണ ദിവസം എനിക്കത് കാണാണ്ട് നിവൃത്തിയില്ല, അതിലേക്ക് കുത്തണത് ഇവിടെ കുത്തണതും. അപ്പം അങ്ങനെയായി കണ്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല. എന്നാലും ഞാൻ മനഃപൂർവ്വം ഒഴിവാവാൻ പറ്റുന്നിടത്താണെങ്കിൽ ഞാൻ ഒഴിവാകും കേട്ടോ. നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ കൂടെ നിൽക്കാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ അയച്ചതാ, ഹാപ്പി ഹിപ്പോയിലിരുന്നിട്ട് പാവം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പേടിച്ചിട്ട് ഇരിക്കണത് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ഇറങ്ങി നമ്മുടെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് കാറ് പോയി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ നിന്ന് കാറ് പൊടിച്ചിന്ന് പോയാൽ എനിക്കിവിടെ ഒന്ന് കഴുകാനോ ഒന്ന് നനയ്ക്കാനോ ഒക്കെ ഇതുള്ളൂ. അല്ലെങ്കിൽ ഡാഡി ഇങ്ങനെ നനച്ച് പോവുക ചെയ്യുക കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡിവൈനാണ് നനയ്ക്കണേ. അപ്പോൾ ഞാൻ ഈ വശത്ത് മുഴുവൻ ഒന്ന് ഒതുക്കി എന്താ പറയുക, അടിച്ചു വാരി ആ ഒരു ഘട്ടം മാത്രം. അപ്പോഴാണ് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഇവിടെ ഡിംപിൾ അന്ന് വെച്ചതാണ്. പക്ഷേ എവിടേക്കോ വിട്ടുപോയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് പതുക്കെ വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊന്ന് ഷോർട്ടാക്കി, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല എവിടെയാണ്. മണി പ്ലാന്റിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു കെട്ട് പിണഞ്ഞാൽ അല്ലെങ്കിൽ പൊട്ടി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് ചത്തു കൊടുക്കും അത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇലയൊന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ എവിടെയാണ് അതിൻ്റെ കംപ്ലൈൻറ്റ് പറ്റിയതെന്ന് വെച്ചാൽ അവിടെ വെച്ച് മുറിച്ചിട്ട് രണ്ടാമത് കട്ട് ചെയ്ത് വീണ്ടും നട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, ഇഷ്ടം പോലെ ഇലയൊക്കെ വരും കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ കഴിഞ്ഞ് ഇതിവിടെ ഒന്ന് കഴുകിയിട്ടു, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉഷാറാക്കിയിട്ടു. അപ്പോൾ എനിക്കൊരു സംതൃപ്തി. എല്ലായിടത്തും ക്ലീനായിട്ട് തന്നെ കിടക്കണം. എന്നാലും നമ്മൾ പറയില്ലേ ചില നേരത്ത് നമുക്കത് ചെയ്യുമ്പോൾ ഒരു സമാധാനമാണെന്ന് പറയില്ലേ. അങ്ങനെ ഇവിടെ നിന്ന് അവിടം വരെ ഒന്ന് ഒതുക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമായി. മണി പ്ലാന്റൊക്കെ നിൽക്കണപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ പറയാറില്ലേ, എനിക്കെന്തോ എല്ലാം നന്നായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ നല്ലതാണ് വരിക എന്നൊരു തോന്നലാണ് കേട്ടോ. അന്ധവിശ്വാസമല്ല, അതിൽ സത്യമുണ്ട്. അങ്ങനെ ഞാൻ കുട്ടികൾ എണീക്കുന്നതിന് മുമ്പായിട്ട് ഡിവൈൻ നടയിലത്തെ ലൈറ്റൊക്കെ ഇട്ട് വന്നു. പിള്ളേർസ് പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ പാച്ചും ഡിംപിളും വന്നിട്ടില്ല, ഡാഡിയും മറ്റേ തോമും ചാക്കോച്ചനും ഡിവൈനും വന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം മുറ്റത്ത് നിൽക്കാൻ വെച്ചിട്ട് അപ്പോൾ ഞാൻ നടക്കുകയായിരുന്നു കേട്ടോ. കുറച്ചധികം നേരം ഞാൻ നടന്നു നിന്നു. കാരണം ആരുമില്ല, ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അധികം നേരം ഇരിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 2 നേരം കറക്റ്റായിട്ട് ഇരിക്കാം, അത് അല്ലാത്ത സമയത്ത് ഞാൻ എണീറ്റിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്, പ്രത്യേകിച്ച് ഡ്രീം കളക്ഷൻസിൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ പറയുന്നത്, നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഞാനൊരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ കണ്ടില്ലെങ്കിൽ മാത്രം വീണ്ടും മെസ്സേജ് അയച്ചാൽ മതി. കാരണം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഇരിപ്പൊന്ന് ഞാൻ പതുക്കെ ഒഴിവാക്കി ഞാൻ 4 നേരം എന്നുള്ളത് 2 നേരം ആക്കി കുറയ്ക്കുകയാണ് കേട്ടോ. സാധാരണ നിങ്ങൾക്കറിയാം, ഞാൻ രാവിലെ എണീറ്റ വഴിക്ക് ഒന്നിരിക്കും, അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് 11 മണി തൊട്ടിരിക്കും, പിന്നെ ഉച്ചയ്ക്ക് ഇരിക്കും, പിന്നെ ഉച്ച തിരിഞ്ഞിരിക്കും, പിന്നെ രാത്രി ഇരിക്കും. അങ്ങനെ 5 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇരിക്കുക. അപ്പോൾ 24 എത്ര മണിക്കൂറുണ്ടെന്ന് വെച്ചാൽ അതിന് 5 ഡിവൈഡ് ചെയ്ത് അത്രയും സമയം എൻ്റെ ഭൂരിഭാഗം സമയം ആ ഡൈനിങ് ടേബിളും വേണം. അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇരുന്നിരുന്ന് എനിക്ക് കാലുമേയും ചെറുതായിട്ട് നീര് വന്നു തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് തൊട്ട് നടന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നടന്നു തുടങ്ങുകയും ചെയ്തു. അത്യാവശ്യം ഒരൊറ്റ സമയത്ത് ഇരിക്കും, ആ ഇരിക്കുന്നതോട് കൂടിയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാക്കിയിട്ടുണ്ട്. മറ്റേതെനിക്ക് ഒരാൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ അയക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്നോട് ഓർഡർ ചെയ്തവർക്കൊക്കെ അറിയാം, ഞാൻ ഉച്ചയ്ക്ക് ചിലപ്പോൾ 12 മണിക്ക് ഓർഡർ തന്നവർക്ക് ഞാൻ 2 മണിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. വേണ്ടപ്പോൾ 5 മിനിറ്റുള്ളപ്പോൾ കാശിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ 2 മണിക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അയച്ചു കൊടുക്കാനായിട്ട്. പക്ഷെ അത് ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സാവകാശം തരിക എനിക്ക് കേട്ടോ എല്ലാവരും. അങ്ങനെ ഡോൺ വന്നു. ഡോൺ വന്നപ്പോൾ കൊള്ളി വറുത്തത് ഞാൻ പറയാറില്ലേ പൂച്ചട്ടിയിൽ,
അവിടെ വഴിയിൽ നിന്ന് വറക്കണതാണ്. എന്ത് ടേസ്റ്റാണെന്നറിയോ, നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു വട്ടം വാങ്ങിച്ചു നോക്കിയോളൂ. നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നാക്കണ പോലെ വളരെ എന്താ പറയുക ലൈറ്റായിട്ട് ഇങ്ങനെ വളരെ തിന്നായിട്ടാണ് കേട്ടോ അവർ അരിഞ്ഞിട്ട്. എനിക്കറിയില്ല എന്താണെന്ന് എനിക്കറിയില്ല, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ തോമു ലേസ് എന്ന് പറഞ്ഞാൽ കഴിക്കാം. അങ്ങനെ ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് പോയി വന്നപ്പോൾ ദാ 3 ആൾക്കും ഓരോ മിഠായി പിന്നെ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന വിശേഷമൊക്കെ പറച്ചില്ല. അപ്പം ഞാൻ പറയാറില്ലേ, ഞങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തിരിച്ച് വന്നാൽ ഈ നിന്നിട്ടുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഡോണിൻ്റെ വിശേഷങ്ങൾ, ഡിവൈൻ്റെ വിശേഷം, ഡിമ്പിളുടെ വിശേഷം. അപ്പോൾ ഇവരിങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ നേരത്തെ വെട്ടിയിട്ട മണി പ്ലാന്റിൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ പരിപാടികൾക്ക് നിന്നു. അപ്പോൾ ഈ തൽക്കാലം അങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഈ വെള്ളത്തിൽ മുക്കി വെച്ചു. അപ്പോൾ പിന്നെ ഫ്രഷായിട്ട് നിൽക്കും. എനിക്ക് നാളെയോ മറ്റന്നാളോ പോയിട്ട് അത് കട്ട് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഇവർക്ക് ഒരു വിഷമം, ഞാൻ ഇനിയിപ്പോൾ പോകുന്നൊരു പേടിയാണ്. അപ്പോൾ എൻ്റെ ചുറ്റും ഇപ്പം ഞാൻ എപ്പോൾ പുറത്ത് പോയാലും എൻ്റെ ചുറ്റും നിൽക്കുകയാണ്, കണ്ടില്ലേ, കാത്തിരിക്കുകയാണ് ഇനി ഞാനെങ്ങാനും പോയാലോ എന്നുള്ള പേടിയിൽ. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ പുറത്ത് അധികം യാത്രകൾക്കൊന്നും മെനക്കെടാത്തത് കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പോകണം എടുക്കണം എന്നൊക്കെ ഇവരൊക്കെ പറയുമ്പോൾ ഞാൻ 2 ദിവസത്തിൽ കൂടുതൽ ഞാൻ പോകാൻ കൂട്ടാക്കാറില്ല. കാരണം നമ്മൾ ഇറച്ചിയൊക്കെ വേവിച്ച് വെച്ച് കൊടുത്താൽ ഇവർ ചിലപ്പോൾ കഴിച്ചു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നാക്കം വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അകത്ത് കയറിയപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, ഞങ്ങളുടെ സമയമാണെന്ന് 7 മണി തൊട്ട് എന്തെന്നാ പറയുക, ബഹളം എന്ന് പറഞ്ഞാൽ പോരാത്ത ബഹളം. ഇപ്പം എങ്ങനെയാ വെച്ചാൽ ചാക്കോച്ചനെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ പോയി വന്ന് 3 ദിവസം കൊണ്ട് അവൻ ഭയങ്കര കുറച്ചും കൂടിയൊക്കെ വലുതായി, കുറേ കുറുമ്പുകൾ കൂടി എന്ന് പറഞ്ഞു ഞാൻ കേട്ടോ. പക്ഷെ കാണാൻ രസമുള്ള കുറുമ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ കാര്യത്തിൽ എൻഗേജ്ഡായിട്ട് ഇരിക്കുന്നത് കൊണ്ട് അത് കാണാനായിട്ട് ഉള്ള സൗകര്യമില്ല. എന്നാലും എന്താ പറയുക, ഞാൻ ഇരിക്കുന്ന സ്ഥലം അങ്ങനെയാണ്. അങ്ങനെ രാത്രിയായപ്പോൾ ഇന്ന് ചപ്പാത്തിയല്ല, ഇന്ന് ചോറ് മതി. കാരണം എല്ലാ കറികളും കുറേശ്ശെ ബാക്കിയുണ്ട്. അങ്ങനെ എല്ലാ കറികളും മീൻ വറുത്തു. പിന്നെ ഡാഡി വന്നപ്പോൾ കക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡിവൈൻ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം കൂടി എടുത്ത് വെക്കണ്ട, ഉള്ളത് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചാള വറുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉച്ചയിലത്തെ രസം ഉണ്ടായിരുന്നു, മുതിര ഉപ്പേരി ഉണ്ടായിരുന്നു, മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി ഫ്രഷായിട്ട് പൊടിച്ചു കേട്ടോ. അതായത് നമ്മുടെ ഉണക്ക മറ്റേ ഉപ്പിലിട്ട മാങ്ങ കൊണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഡിവൈൻ പോയി. അപ്പോൾ ഡിവൈൻ ഓൾറെഡി എല്ലാം ഒതുക്കി വെച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് ചൂടാറണം, അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ ചെയ്തോളാം, മോള് പോയി കിടന്നോ എന്ന് പറഞ്ഞ്. ഡിമ്പിളിൻ്റെ നിന്ന് യാത്രയുടെ ഞാൻ തോന്നുന്നുണ്ട് ഭയങ്കര തലവേദന. പിന്നെ ഉണ്ടാവും പാച്ചു അത്രയും ഇങ്ങനത്തെ പെടഞ്ഞ് കരയണത് കാണാം. അവനത് മറന്നിട്ട് അവൻ ഓടി നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അമ്മമാർക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡിമ്പിൾ വേഗം കിടന്നു. അപ്പോൾ എനിക്ക് തോന്നി മനസ്സിനെന്തോ ഒരു അസ്വസ്ഥതയാണ്. അവളെപ്പോഴും പറയും ജനിച്ച അന്ന് തൊട്ട് അവന് വേദനയാണല്ലോ എന്ന്. പക്ഷേ ദൈവം സഹായിച്ച് അവന് ആ പല്ലിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിലും ഇതുവരെ ഒരു കുഴപ്പമില്ല. അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ കുഞ്ഞ് കക്കയാട്ടോ നമ്മളുടെ ഇവിടെ പൂച്ചട്ടിയിൽ നിന്ന് വരണത്. 1.5 തോന്നുന്നുണ്ട്, ഡാഡിക്കറിയാം ഏത് ദിവസമൊക്കെയാണ്. അപ്പോൾ നല്ല കക്കയാണ്. അത് നന്നായി കഴുകി അതിൽ നല്ലോണം വൃത്തിയാക്കിയിട്ട് തന്നെ കൊണ്ടുവരാം. നന്നായി കഴുകിയിട്ട് നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുള്ള വെള്ളത്തിൽ വെട്ടി തിളയ്ക്കുമ്പോൾ ഇട്ടിട്ട് ഒന്ന് ആവുമ്പോൾ ഊറ്റി വെക്കും, ചൂട്ടോടെ തന്നെ ഊറ്റും. അപ്പോൾ അത് തുണ്ട് വെള്ളം ഇരിക്കില്ല. അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് അതൊക്കെ ഡിവൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു ഗ്ലാസ് കോഫി എടുത്തിട്ട് പോയി. കാരണം ആരുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് സാധനങ്ങളും കൂടി പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതോടുകൂടി കാപ്പി കുടിക്കും ഞാൻ. എന്നിട്ട് പിന്നെ എന്താ പറയുക വോയിസ് ഓവറൊക്കെ കൊടുത്ത് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കും. അങ്ങനെയാണ് എൻ്റെ പതിവ്. അപ്പോൾ ഈ വോയിസ് ഓവർ കൊടുത്തിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയം കൊണ്ടാണ് ഞാൻ വല്ല യൂട്യൂബിൽ എന്തെങ്കിലും കാണുക, അല്ലെങ്കിൽ നമ്മൾക്ക് പേഴ്സണലി എന്തെങ്കിലും പ്രയേഴ്സ് ഉണ്ടെങ്കിൽ ചൊല്ലി ഒക്കെ ചെയ്യുക. ആ ഒരു 1.5 ചിലപ്പോൾ വല്ലവരായിട്ട് ചാറ്റ് ചെയ്യും. ചിലപ്പോൾ ആ സമയത്ത് ഒന്നെങ്കിൽ ഗ്രൂപ്പിലെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ സ്വന്തം കുട്ടികളൊക്കെ എന്തെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഇരിക്കുക. അതൊക്കെ എൻ്റെ ഈ സമയമാണ് കേട്ടോ. നമ്മൾ പറയില്ലേ പാതിര കുറുക്കത്തി എന്നൊക്കെ പറയില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ എന്നെ ഡോക്ടർ കളിയാക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കാപ്പിയും കൊണ്ട് വെച്ച് എൻ്റെ ബാക്കി പരിപാടികൾക്കായിട്ട് നിന്നോട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കംപ്ലീറ്റ് എല്ലാ ഭാഗവും നല്ല ക്ലീനായിട്ടാണ് കിടക്കണേ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൈ എത്തണമെന്നില്ല. ഒന്നുകിൽ ഡിവൈൻ അല്ലെങ്കിൽ ഡിംപിൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഡോൺ തന്നെയായിരിക്കും കുഷ്യനും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് അവർ കിടക്കാൻ പോവാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പണി കുറവാണ്. മറ്റേത് നിങ്ങൾക്കറിയാലോ കംപ്ലീറ്റ് വലിച്ചു വാരിയിട്ടുണ്ടാവും, അത് മുഴുവൻ ഞാൻ ഒതുക്കാറാണ് പതിവ്. ഇപ്പോൾ അവരാർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ അവരാർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ആശ്വാസമാണ്.
അങ്ങനെ ഞാൻ ദേ ഇവിടെയൊക്കെ എടുത്ത് വണ്ടിയൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമ്മളുടെ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ എടുത്തിട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കമ്മൽ നിങ്ങൾക്കറിയാം ഞാൻ മിക്ക ദിവസവും കാണിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഞാൻ പാക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നതോട് കൂടി കാണിക്കുന്നതാണ്. ഈ കമ്മൽ വളരെ നേരിയ കമ്മലാട്ടോ. ഇത് മറ്റേ വള ഇത് എല്ലാ സൈസിലും ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നാലും ഞാൻ വീണ്ടും ഒന്നും കൂടി പറയണമെന്നുള്ളൂ. എല്ലാ സൈസിലും ഉണ്ട് ഈ വള. പിന്നെ ഇത് ക്ലിപ്പ് ബാങ്കിൾ, ഇതിൻ്റെ വൈറ്റും റൂബിയാണ്. അപ്പോൾ രണ്ടിൽ നിന്നും ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്ത് വെക്കാൻ വേണ്ടി എടുത്തതാട്ടോ. അപ്പോൾ ഇതിൻ്റെ വേറെയും ഡിസൈനുകളുണ്ട്. പിന്നെ ഇത് നമ്മുടെ ആനത്തലയുടെ വളയാണ്. ഇതും ഈ പറഞ്ഞ നല്ല കനമുള്ളതാണ്, കുറേ പോയിട്ടുള്ളതാണ്. ഇപ്പോഴും ഭയങ്കര ഡിമാൻഡുള്ള ഒരു സംഭവമാണ്. പിന്നെ ഈ കമ്മൽ കോറലും റൂബിയും കൂടിയുള്ളത്. അങ്ങനെ കിട്ടിയ ഓർഡേഴ്സ്, അതായത് രാത്രി ഒരു 6 മണിക്ക് ശേഷം ഉള്ള ഓർഡേഴ്സാണ് ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ കവർ എഴുതിയിട്ട് ഞാൻ കവറിൻ്റെ പിന്നിൽ പ്രോഡക്റ്റ് ഇന്നതാണെന്ന് എഴുതിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാറാണ് പതിവ്. അങ്ങനെ സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ കുഞ്ഞേ കുട്ടികൾക്കുള്ള കരിമണിമാല ചോദിച്ചപ്പോൾ എപ്പോഴും ഇതാണ് ഞാൻ കൊടുക്കാറ് കേട്ടോ. കാരണം നല്ലതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിലർ ചോദിക്കും കുത്തുമോ കുട്ടികളുടെ മേത്തെന്ന്. ഇതൊരിക്കലും അങ്ങനെയില്ല. കുരുമുളകും മുത്തുമാണ്. അങ്ങനെ ഷാർപ്പായിട്ടുള്ള ഇതുള്ള മുത്തൊന്നും അല്ല കേട്ടോ, നോർമൽ മുത്താണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കാപ്പി കുടിയും കഴിഞ്ഞു. ഇനി അടുത്ത പണി ഇത് എക്സ്പോർട്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, കിടന്നുറങ്ങുക. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2-3 ദിവസം കുറേ കുട്ടികൾ പറഞ്ഞു വീട്ടിലത്തെ അന്തരീക്ഷം വിട്ടിട്ട് കാണുമ്പോൾ ഒരു രസമല്ല ആൻറ്റി വീട്ടിലത്തെ വീഡിയോസ് എടുക്കണ കാണാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് നീങ്ങിയല്ലേ മക്കളെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയപ്പോൾ അവിടെ നമ്മൾ പറയേ വീണയുടെ വിശ്വലോകം എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അത് കാണിക്കാനല്ലേ എനിക്ക് പറ്റുള്ളൂ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം. നാളെ ശനി ഞായറാണ് ഞങ്ങളുടെ മക്കളുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ദിവസമാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. ബൈ.